വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പെട്ടെന്നാണ് ആരും നനച്ചിരിക്കാതെ ചന്ദന ഉറക്കെ കരയാനും മുടിയിഴകൾ പിച്ചി പറിക്കാനും തുടങ്ങിയത്. മോളെ! പാർവതിയുടെ ഹൃദയം തപിച്ചു. തിലകരാമൻ അരിയിലേക്ക് ചെന്നടുത്തും ചന്ദനയാളെ പിടിച്ച് ആഞ്ഞു തള്ളുകയും ഓടിച്ചെന്ന് ജനൽക്കമ്പിളിൽ പിടിമുറുക്കി അതിലേക്ക് നെറ്റിയടിച്ച് പദം പറഞ്ഞ് കരയാനും തുടങ്ങി. കണ്ടു നിൽക്കാൻ വയ്യുന്ന പോലെ പാർവതി മിഴികൾ ഇറുകെ ചിമ്മി. എബ്രഹാം അപ്പോഴേക്കും സമാധാനപരമായി അവളെ നേരിടുകയും സ്വാഭാവികതയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ആ നേരമൊന്നും ചന്ദനയുടെ മിഴികൾ ആരിലും തങ്ങിയിരുന്നില്ല. അത് അലസമായി നാലുപാടും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അത് വാതിൽക്കൽ നിൽക്കുന്ന എന്തോന്നിൽ തറഞ്ഞു. ഒരുപാട് കരഞ്ഞൊടുക്കാൻ ആഗ്രഹിച്ചെന്തോ കയ്യിൽ കിട്ടിയ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ഭാവമായിരുന്നു അവൾക്കപ്പോൾ. വിടർന്ന കണ്ണുകളോടെ, സന്തോഷം നിറഞ്ഞ മുഖത്തോടെ, പുഞ്ചിരി തങ്ങിയ ചുണ്ടുകളോടെ അവൾ വാതിൽക്കിലേക്ക് പതിയെ നടന്നെടുത്തു. ദേവേട്ടൻ! ചന്ദൻ അത്രമേൽ സന്തോഷത്തോടെ ശരണിന്റെ കവിളിൽ കൈ ചേർത്തു. ഞാൻ വസുവല്ല, ശരണാണ്. ശരണിന് അത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അലിവോടെ ചന്ദനയുടെ ഉള്ളം കൈ അവൻ തന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു. വെറുതെ പറയാ, എല്ലാവരും പറ്റിക്കുക. ഇനി ദേവേട്ടനായി ചെയ്യരുത്. അങ്ങനെ വന്നാൽ ഞാൻ മരിച്ചു പോകും. ഇനി എന്നെ തനിച്ചാക്കി പോവല്ലേ, എനിക്ക് പേടിയാ. ചന്ദന വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ശരണിന്റെ നെഞ്ചിലേക്ക് പതുങ്ങി. ഇല്ല, തനിച്ചാക്കി പോവില്ല. ചന്ദന വിഷമിക്കരുത് കേട്ടോ. നല്ല കുട്ടിയായിരിക്കണം എപ്പോഴും. ഒരു കൊച്ചു കുഞ്ഞിനെ ഒതുക്കി പിടിക്കുന്ന വാത്സല്യത്തോടെ അവൻ ചന്ദനയെ ചേർത്ത് ഒതുക്കി പിടിച്ചു. ഇനി അവിടെ പോകുമ്പോഴും എന്നോട് പറയണം കേട്ടോ, എന്നെയും കൂടെ കൊണ്ടുപോണേ. ഇത് കണ്ടോ ചോര പൊടിയുന്നു. ഇത് മാത്രമല്ല, ദേഹത്ത് പറയെടുത്തുണ്ട് ഇതുപോലെ. ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു? ദേവേട്ടിനെ സ്നേഹിച്ചുകൊണ്ട. ആർക്കും ചന്ദനെ വേണ്ട. അങ്ങനെ നിന്നുകൊണ്ട് അവൾ പദം പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് അവരെ കണ്ടതിൽ അത്രത്തോളം സാധുവായ ഒരു പെൺകുട്ടി, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവൾ, തന്റെ വസുവിന്റെ പ്രാണനായിരുന്നവൾ, അവനെ പ്രണയിച്ചതിനാൽ ഒട്ടേറെ അനുഭവിച്ചവൾ. എല്ലാത്തിനും ഒടുക്കം ഇന്ന് ഈ നിലയിൽ. ശരൺ മിഴികൾ ഇറുകെ ചിമ്മി. 2 തുള്ളി അടർന്ന് ചന്ദനയുടെ മുഴിഴകളിൽ ഒളിച്ചു. അരികിൽ നിൽക്കുന്ന സണ്ണിയുടെ അവസ്ഥ അതിനേക്കാൾ കഠിനമായിരുന്നു. തലക്ക് മുകളിൽ സൂര്യൻ നിന്നത് പോലെ ഉരുകിയൊലിച്ചു അവൻ. ഈ നിമിഷം തന്നെയൊന്ന് മരണം പുൽകിയിരുന്നെങ്കിലെന്ന് അവൻ അതിയായി നനച്ചു. ശരൺ ഓരോന്ന് പറഞ്ഞും തഴുകിയും ചന്ദനെ ആശ്വസിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും പാർവതിയും തിലകരാമനും നീറുന്ന ഹൃദയത്തോടെ കണ്ടു നിന്നു. സണ്ണിയും ശരണി ഇപ്പോൾ 2 ഇടവിട്ട ദിവസങ്ങൾ വന്ന് ചന്ദനയെ സന്ദർശിച്ചു പോകുമായിരുന്നു. എബ്രഹാം അതിനോടകം സണ്ണിക്കരിയിലേക്ക് നീങ്ങിയിരുന്നു. ആരെയും നേരിടാനാവാത്ത അലവിൽ നിൽക്കുന്ന സണ്ണിയുടെ തോളിലും തട്ടി എബ്രഹാം പുറത്ത് അന്തരീക്ഷത്തിലേക്ക് നടന്നു. എബ്രഹാം സാറ തനിക്ക് നൽകിയ ആശ്വാസമാണെന്ന് സണ്ണി തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ പുറകെ സണ്ണിയും പതിയെ വെളിയിലേക്ക് നടന്നു. എന്ത് ചെയ്തെന്നാലും അതൊന്നും ചെയ്ത പാപത്തിന് പകരമാവില്ലെന്ന് അറിയാമായിരുന്നുവെങ്കിലും തന്നെ കൊണ്ടാവുന്ന ചന്ദനയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് സണ്ണിയുടെ മനസ്സ് നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നു. എബ്രാഹിമിനോട് അവൻ ചന്ദനയുടെ ഇതുവരെയുള്ള സ്ഥിതി വിവരങ്ങളെക്കുറിച്ച്, ട്രീറ്റ്മെന്റിനെ കുറിച്ച്, ഇനി മുന്നോട്ടുള്ളതിനെ കുറിച്ചുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ചിഞ്ചു ഒടുക്കം വളരെ മടിച്ചുകൊണ്ടാണ് സണ്ണിയെ തിരക്കിയത്. ചിഞ്ചുവും ചൈതന്യവും വന്നിട്ടുണ്ട്. അവർ വരുന്ന സമയത്ത് ചന്ദന വയലന്റ് ആയിരുന്നു. ചൈതന്യ അത് കണ്ട് നന്നായിട്ട് പേടിക്കുകയും കരയൊക്കെ ചെയ്തു. വൊമിറ്റ് ചെയ്യാനും തുടങ്ങി. ദൂരയാത്ര ചെയ്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ചിഞ്ചോൾ ഔട്ട് സൈഡിൽ വാഷ്റൂമിൽ കൊണ്ടുപോയിരിക്കുക. അകത്തേത് വിസിറ്റേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ചിഞ്ചുവിന്റെ വിവാഹം. വീണ്ടും അത്രയേറെ മടിയോടെ ഒരു ചോദ്യം. താനൊന്നും തിരക്കാനോ അറിയാനോ അർഹനില്ലെന്നൊരു തോന്നലായിരുന്നു സണ്ണിയിൽ. അത് എബ്രാഹിമിന് മനസ്സിലായെങ്കിലും സണ്ണിയുടെ ആ തോന്നലിനെ അയാൾ പാടെ അവഗണിച്ചു. ചിഞ്ചുവിന് ഒരാളെ ഇഷ്ടമായിരുന്നു. പ്രായത്തിന്റെ കളിതമാശകൾ പെടാത്ത ചിന്താശേഷിയും പക്വതയും നിറഞ്ഞ ഒന്ന്. അങ്ങനെ ഒരു ഇഷ്ടം. പക്ഷെ അത് അവൾക്ക് നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇല്ലെന്നല്ല, ആ മനസ്സിൽ അവൾക്ക് സ്ഥാനമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനതിന് ശ്രമിച്ചില്ല. സണ്ണിക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞില്ല. വീണ്ടും താൻ അപരാധിയാവുന്നു. സണ്ണിക്കറിയോ, കുഞ്ഞുനാൾ മുതൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകിയ ഞാൻ അവളെ വളർത്തിയത്. പുറമേ നിന്ന് നോക്കിക്കാണുന്നവർക്ക് അത് അമ്മ നഷ്ടപ്പെട്ട ഒരു പെൺകുഞ്ഞിനോട് പിതാവ് കാണിക്കുന്ന അമിത സ്നേഹവും വാത്സല്യമൊക്കെയാണെന്ന് തോന്നിയിരിക്കാം. അത് പക്ഷെ അങ്ങനെയല്ല. അവളായി അവളുടേതായ ഒരു വഴിയിൽ, സ്വന്തം ഇഷ്ടങ്ങളിൽ, സ്വന്തമായൊരു വ്യക്തിത്വത്തിൽ, നിലപാടുകളിൽ വളർന്നങ്ങ് വരുന്നായിരുന്നു അതിൻ്റെ ലക്ഷ്യം. എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് ഷെയർ ചെയ്യും. അല്പം കുസൃതികളുണ്ടായിരുന്നല്ലാതെ ഒന്നിനും ഏതിനും അവൾ വാശി കാണിച്ചിട്ടില്ല ഇന്നോളം. സണ്ണി അവളെ റിജക്റ്റ് ചെയ്ത ആ ദിവസം, അത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. വൈകുന്നേരം അത്രയധികം തളർന്ന അവൾ ഫ്ലാറ്റിലെത്തിയത്. അന്ന് ഒരുപാട് കരഞ്ഞവള്. നേരം വെളുക്കും വരെ കരഞ്ഞു. എന്നിട്ടും എനിക്ക് വേണം, എനിക്ക് നേടിത്തരൂ പപ്പ എന്നൊരു വാക്ക് അവൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയായിരുന്നു. ഒരിക്കലും ഞാൻ സണ്ണിയോട് ചിഞ്ചുവിന് വേണ്ടി സംസാരിച്ചിട്ടുമില്ല. എങ്കിലും മറക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. എന്തെങ്കിലും ഒരിക്കലും മനസ്സിലാക്കിയാലോ എന്നോർത്ത് കാത്തിരിപ്പായിരുന്നു. പക്ഷേ ചന്ദനയുടെയും വസുവിൻ്റെയും വിഷയത്തിൽ അവളുടെ പ്രണയത്തെ മുൻനിർത്തി കാര്യം ആവശ്യപ്പെട്ട അന്ന് അവൾ പൂർണ്ണമായിട്ടും തകർന്നിരുന്നു. അന്നു മുതൽ മനസ്സിൽ നിന്ന് അകറ്റിയത് അവൾ സണ്ണിയെ. അങ്ങനെ അവൾ പറയപ്പെടുന്നു. അതൊരിക്കലും ഞാൻ വിശ്വസിക്കുകയില്ല. പൂർണ്ണമായിട്ട് അവൾക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല എന്ന് എനിക്കറിയാം. എങ്ങനെ സണ്ണിയോട് അവൾക്ക് അത്രയും തീവ്രമായിട്ടൊരു ഇഷ്ടം തോന്നിയെന്ന് എപ്പോഴും എനിക്കൊരു അത്ഭുതമായിരുന്നു.
ആ രാത്രിയിൽ എന്നെ വെയിറ്റ് ചെയ്ത് ചർച്ചിന് സമീപത്തുള്ള ഇടവഴിയിൽ നിൽക്കുകയായിരുന്നു അവള്. അന്ന് പള്ളിപ്പെരുന്നാളായിരുന്നു. ട്രാഫിക് കാരണം പറഞ്ഞ സമയത്തിനേക്കാൾ 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഞാൻ എത്തുന്നത്. തിരക്കും ബഹളൊഴിഞ്ഞ വീതിയിൽ തനിച്ച് നിൽക്കുന്നവളെ 3-4 പയ്യന്മാരെ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ അവർക്കുള്ള മറുപടി നൽകി റോഡിലേക്ക് ഇറങ്ങി മുന്നോട്ട് നടക്കുകയായിരുന്നു. വിടാനുള്ള ഭാവമില്ലാതെ വീണ്ടും അസഭ്യങ്ങളും അശ്ലീലങ്ങളും പറഞ്ഞ് പുറകെ വന്നപ്പോൾ എൻ്റെ ഫോണിലേക്ക് ട്രേ ചെയ്തുകൊണ്ട് അവൾ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. മുന്നിൽ എന്തിലോ ചെന്ന് ഇടിച്ചപ്പോഴാണ് അവൾ നടത്തം നിർത്തുന്നത്. കണ്ണുകളിൽ ആദ്യം ഉടക്കിയത് നെഞ്ചിൽ ചേർന്ന് കിടന്ന് വെട്ടിത്തിളങ്ങുന്ന ഒരു തിരുരൂപമായിരുന്നു. മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ട മുഖത്തിന് നിന്റെ രൂപമായിരുന്നു സണ്ണി. അതെ, അത് നീയായിരുന്നു. ആ ഇരുട്ടിൽ വിജനതയിൽ തനിച്ചായപ്പോൾ അവളെ കരുതലോടെ ചേർത്ത് പിടിച്ച, ആ രാത്രിയിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ധൈര്യത്തോടെ അപരിചിതരോട് ശബ്ദമുയർത്തിയ, കാവലായി മുന്നോട്ട് അവൾ അനുഗമിച്ച, സുരക്ഷിതമായി മാറോട് ഒതുക്കി പിടിച്ച് റോഡരിയിലെ ആൾക്കൂട്ടത്തിൽ തിങ്ങിയ വെയിറ്റിംഗ് ഷെഡിലേക്ക് എത്തിച്ച ആ പുരുഷനെയാ അവൾ നെഞ്ചിലേറ്റിയത്. ആ രാത്രിയിലെ ഒരു നോക്ക്, അതൊന്നു മാത്രം, അതല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. നീ ആരാണെന്നോ എന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും അവൾക്കറിയില്ലായിരുന്നു. എന്നിട്ടും സ്നേഹിച്ചു. മനസ്സിൻ്റെ ആഴങ്ങളിൽ അവൾ നിന്റെ മുഖം ചേർത്ത് വെച്ചു. ആ രാത്രിയിൽ ഒരു വട്ടം പോലും നീ അവളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചില്ലെന്നത് അവളെപ്പോഴും അത്രയേറെ അതിശയത്തോടെ പറയുമായിരുന്നു. സണ്ണിയുടെ ലക്ഷ്യം ആ നേരം എന്നെ സുരക്ഷിതാക്കുന്നതിൽ മാത്രമായിരുന്നു പപ്പ എന്ന് എബ്രഹാം പറഞ്ഞു നിർത്തി. പിന്നീട് കണ്ടപ്പോഴൊന്നും സണ്ണി തന്നെ തിരിച്ചറിഞ്ഞില്ല പപ്പ. അഥവാ അറിഞ്ഞിട്ടും സണ്ണിക്ക് പ്രത്യേകിച്ചിട്ട് കാര്യമൊന്നുമില്ല. സണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കണ്ടുമുട്ടുന്ന പലരും ഒരാൾ, അതുമാത്രമാണ് താൻ. ചിഞ്ചു ഇടയ്ക്കിടെ വേദനയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. എബ്രാഹിമിന്റെ ചെവികളിൽ അപ്പോഴെന്ന പോലെ കേൾക്കുന്നുണ്ടായിരുന്നു. സണ്ണി ശ്വാസം വിടാൻ പോലും മറന്നു നിന്നു. അത്രമേലൊരു പകപ്പ്, അവിശ്വസനീയത, ആഹ്ലാദം, വേദന, നൊമ്പരം എല്ലാം അവനെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. അത് നീയായിരുന്നുവോ? സണ്ണി തന്റെ ഇടനെഞ്ചിലെ കൈത്തലം ചേർത്ത് വെച്ചു. ആ ഹൃദയമിടിപ്പിൽ ഇപ്പോഴും അവളുണ്ടെന്ന് തോന്നി അവന്. അന്ന് അവൾ ചേർന്ന് നിന്നൊരാ ചൂട് ഇപ്പോഴെന്ന പോലെ അനുഭവപ്പെട്ടവന്റെ നെഞ്ചിൽ കണ്ണുകൾ പുകഞ്ഞു നീറി. താൻ അർഹനല്ല, കൈവിട്ട് കളഞ്ഞിരിക്കുന്നു. സണ്ണിയുടെ ചുണ്ടുകളിൽ നിന്ന് നോവോട് അടർന്നു വീണു. എബ്രാഹും സണ്ണിയും പുറത്തെ വലിയ കാടിന് സമീപത്ത് എത്തിയിരുന്നു. ചിഞ്ചുവും ചൈതന്യവും വരുന്ന കണ്ട് അവർ സംസാരം അവസാനിപ്പിച്ചു. ചൈതന്യ മുന്നേയും ചിഞ്ചു അവൾക്ക് പുറകെയുമാണുള്ളത്. ചിഞ്ചു ഒപ്പം പോയതിന്റെ നീരസ് അപ്പോഴും ചൈതന്യയുടെ മുഖത്ത് കാണാമായിരുന്നു. പാർവതിയാണ് അവൾ വാഷ്റൂമിലേക്ക് ചെല്ലാൻ ഒപ്പം വിളിച്ചത്. എബ്രഹാമാണ് അതൊഴിവാക്കി ചിഞ്ചുവിനെ പറഞ്ഞയച്ചത്. പാർവതി അത്രമേൽ തളർന്നു നിൽക്കിയതിനാൽ ചൈതന്യക്ക് പിന്നീട് എതിർക്കാനും സാധിച്ചില്ല. ചൈതു, അവിടെ നിൽക്ക്. ചിഞ്ചു ഒപ്പമെത്താൻ ചൂടുകൾ വേഗത്തിലാക്കി. ചൈതന്യ അത് കേട്ടതായി ഭാവിച്ചില്ല. എബ്രാഹിമിനെയും സണ്ണിയെ അവിടെ കണ്ടുവെങ്കിലും നിൽക്കാനോ അരികിലേക്ക് ചെല്ലാനോ മനസ്സില്ലാത്ത വിധം അവൾ നേരത്തെ ഇറങ്ങി വന്ന വഴികളിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചു. മുന്നിൽ സണ്ണിയെ കണ്ട് ചിഞ്ചുവിന്റെ വേഗത കുറഞ്ഞു. ജ്യോതിയുടെ വിവാഹത്തിനാണ് അവസാനമായി കണ്ടത്. അതിനുശേഷം ഒരു കണ്ടുമുട്ടൽ ഉണ്ടായിട്ടില്ല. 2.5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സണ്ണിക്ക് മാറ്റമുണ്ടോ എന്ന് അവളുടെ കണ്ണുകൾ വെറുതെ ഒന്ന് തിരയാൻ ശ്രമിച്ചുവെങ്കിലും മനസ്സതിനെ ശക്തമായി വിലക്കി. എന്നിരുന്നാലും സണ്ണി ക്ഷീണിതനാണെന്ന് തോന്നിയവൾക്ക്. സണ്ണിയുടെ കണ്ണുകളിൽ അപ്പോൾ നഷ്ടബോധമായിരുന്നു. വേദനയോടെ അവൻ ചിഞ്ചുവിലേക്ക് മിഴികളുറ്റു. ചന്ദനയെ പോലെ, അല്ലെങ്കിൽ അതിലേറെ ആവശ്യമായിരുന്നു ചിഞ്ചു. പഴയ ചിഞ്ചുവിന്റെ നിഴൽ പോലെ ഒരു രൂപം. സണ്ണിയുടെ കൺകോണിൽ എവിടെയോ നനവൂറി. സണ്ണി പോന്നു. എന്തെങ്കിലും സംസാരിക്കണമില്ലോ എന്ന് ഓർത്തവൾ അവർക്കരികിലേക്ക് എത്തിയപ്പോൾ തിരക്കി. അല്പസമയമായി, ശരണമുണ്ട്, സണ്ണി പറഞ്ഞു. ഞാൻ ചെല്ലട്ടെ പപ്പ, ചൈതു ഒറ്റയ്ക്ക് പോയിരിക്കല്ലേ. ഇങ്ങനെയൊന്നും വന്ന് പരിചയമില്ലാത്തില്ല അവൾക്ക്. ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നുണ്ട പാർവമ്മ ഭയക്കും. എബ്രാഹിമിനോട് പറഞ്ഞിട്ട് അവൾ മുന്നോട്ട് കടന്നു. ചൈതന്യ ഇപ്പോൾ ചിഞ്ചുവിനോട് സംസാരിക്കാറില്ല. ചന്ദനെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ചിഞ്ചുവാണെന്ന് പറഞ്ഞ് എത്രയോ നാളുകളായ ഒരു ശത്രുവിനോടെന്ന പോലെയാണ് ചൈതന്യ ചിഞ്ചുവിനോട് പെരുമാറുന്നത്. ചില നേരത്തെ ചിഞ്ചു പറയും, സണ്ണി നൽകിയൊന്നും വേദനകളല്ലായിരുന്നു പപ്പ, യഥാർത്ഥ വേദനകൾ ഇതൊക്കെയാണെന്ന്. ചന്ദനയേക്കാൾ പ്രിയമായിരുന്ന ചൈതന്യക്ക് ചിഞ്ചുവിനെ. ചൈതന്യയെ കുറ്റപ്പെടുത്താനും കഴിയുകയില്ല. ഇപ്പോൾ ചിഞ്ചുവായിരുന്നു ചൈതന്യയുടെ സ്ഥാനത്തെന്നാലും അങ്ങനെ പെരുമാറുകയുള്ളൂ. ചന്ദന എന്നിങ്ങനെ ആവാൻ ചിഞ്ചുവിന് വലിയ പങ്കുണ്ട്. ഇത്രയും വലിയ കാലയളവിൽ ചന്ദനയെ കാണാൻ ചിഞ്ചു വന്നിട്ടില്ല. അത് ചൈതന്യെ പോലെ ചന്ദനയെ അവൾ വെറുത്ത് കാണുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. തുടക്കത്തിലെ ഇടയ്ക്ക് ചില നിമിഷങ്ങൾ ചന്ദന സ്റ്റേബിൾ ആകുമായിരുന്നു. അപ്പോഴേക്ക് ചിഞ്ചു എന്നതിന് ദേവേട്ടനെ തന്നിൽ നിന്ന് അകറ്റിയെന്നും ഇനി തനിക്ക് അവൾ ഒരിക്കലും കാണേണ്ടെന്നുമാണ് ചന്ദന പറഞ്ഞത്. അതാണ് ചിഞ്ചുവിനെ അത്രയേറെ ദുഃഖത്തിലാഴ്ത്തി കളഞ്ഞ്. സണ്ണി നിശബ്ദനായിരുന്നു. എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു അവന്. അല്ലെങ്കിലും എന്താണ് പറയേണ്ടത്? എല്ലാത്തിനും ഉത്തരവായി താൻ മാത്രമാണെന്ന് ഉറക്കെ ഈ ലോകത്തോട് തന്നെ പല ആവർത്തി വിളിച്ചു പറഞ്ഞാലും തൻ്റെ ഉരുകുന്ന മനസ്സിന് അല്പം പോലും ശമനമുണ്ടാവില്ല. അത് നാൾക്ക് നാൾ അധികരിച്ചുകൊണ്ടേയിരിക്കും. സണ്ണി വരൂ, അങ്ങോട്ട് ചെല്ലാം. അവർക്കിപ്പം മടങ്ങേണ്ടിയിരിക്കും. 3 പേരിൽ കൂടുതൽ പേർക്ക് ഇവിടെ തങ്ങാൻ സാധിക്കില്ല. മാത്രമല്ല, ചൈതന്യ ഇത് 10th ആണ്. മറ്റന്നാൾ അവൾക്ക് ഹാഫ് ഇയർലി എക്സാം തുടങ്ങുക. ടാക്സി പിടിച്ചാൽ വന്നത്. ഇനി മടങ്ങാൻ അവിടുന്ന് ഒരു ടാക്സി അറേഞ്ച് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല സർ, ഞങ്ങൾക്കൊപ്പം പോരാലോ അവർക്ക്. ഇനി താല്പര്യമില്ല എന്നാണെങ്കിൽ ടാക്സി അറേഞ്ച് ചെയ്യാം, സണ്ണി പറഞ്ഞു. ഞാനും സംസാരിക്കട്ടെ ടെലഗ്രാമിനോട്.
എബ്രാമും സണ്ണിയും പിന്തിരിഞ്ഞു. തിലകരാമന് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പാർവതി തിരികെ പോരുന്നതിൽ മടിച്ചു നിന്നു. ചന്ദനക്കരികിൽ തന്നെ ചെലവഴിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവിടുത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണമെന്നുകൊണ്ടും ചൈതന്യക്ക് എക്സാം തുടങ്ങിയാണെന്നുകൊണ്ടും നോവുന്ന മനസ്സോടെ അവർ തിരികെ പോകാൻ ഒരുങ്ങി. താല്പര്യമുണ്ടെങ്കിൽ ചിഞ്ചുവിനോട് അവിടെ നിൽക്കാൻ നിർദ്ദേശിച്ചു എബ്രഹാം. അത് ആഗ്രഹിച്ച പോലെ അവൾ വേഗത്തിൽ സമ്മതം അറിയിച്ചു. ശരണാണ് അവരെയും കൊണ്ട് മടങ്ങിപ്പോയത്. ദൂരെ കൂടുതൽക്കാരൻ ഇടയ്ക്കിടെ വന്നുപോക ബുദ്ധിമുട്ടുള്ള കാര്യമായതിനാൽ സണ്ണിയുടെ മനസ്സറിഞ്ഞെന്ന പോൽ ശരൺ സണ്ണി അവിടെ നിൽക്കാൻ ഏൽപ്പിച്ചു. എബ്രഹാം സാറിനൊപ്പം ചന്ദനക്കായി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അങ്ങനെയെങ്കിലും ഒരു അവസരം സണ്ണിയും ആഗ്രഹിച്ചിരുന്നു. വൈകുന്നേരത്തോടെ ചന്ദന ഉറക്കത്തിലേക്ക് വഴുതി. ഹോസ്പിറ്റൽ എംഡിയും സൈക്കാട്രിസ്റ്റുമായ ഡോക്ടർ മോഹൻദാസ് വിദേശത്തുനിന്ന് രാവിലെയാണ് എത്തിച്ചേർന്നത്. ചന്ദനയുടെ കേസ് ഫയൽസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എബ്രഹാം അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് പോയിരുന്നു. ചന്ദനയുടെ മുറിയുടെ എതിർവശത്തെ ബ്ലോക്കിലായിരുന്നു വിസിറ്റേഴ്സിന് അനുവദിച്ചുള്ള റൂം. വളരെ സമാധാനപരമായൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. കണ്ണുകൾക്കും മനസ്സിനും കുളിർമയും പുതുമയും നൽകുന്ന പോലെ. യാതൊരുവിധ ഒച്ചപ്പാടുകളോ വൃത്തിരഹിതമോ അല്ലാത്തത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരു മാനസികാരോഗ്യ കേന്ദ്രമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കില്ല. സമയം അത്രയും കടന്നുപോയിട്ടും സണ്ണി ചന്ദനയുടെ റൂമിന് മുന്നിൽ നിന്നും പിൻവാങ്ങിയില്ല. ഇന്ന് ചന്ദന തൊണ്ടപൊട്ട് മാറുച്ചതിൽ കരയുകയോ പതിവ് പോലെ കൂടുതൽ ആക്രമണകാരിയാവുകയോ ചെയ്തില്ലെന്ന് എബ്രഹാം അല്പം മുന്നേ പറഞ്ഞ സണ്ണി ഓർത്തു. സാധാരണ മെഡിസിൻ നൽകിയാൽ മാത്രമാണ് ഉറങ്ങുക. ഇന്ന് സ്വാഭാവികതയുടെ ഉറക്കിലേക്ക് വീണു. ശരൺ അത്രമാത്രം ശ്രമപ്പെട്ടിരുന്നു ചന്ദനയെ ശാന്തമായിരുത്താൻ. ശരണിനോട് ഇടപഴകിയതുപോലെ സമാധാനത്തോടെയും വളരെ അനുസരണയോടെയും തന്നെയായിരുന്നു ചന്ദന ചിഞ്ചുവിനോടും. ഇടയ്ക്കിടെ അകത്തേക്ക് നോക്കുമ്പോഴൊക്കെ കണ്ടത് ഉറങ്ങിക്കിടക്കുന്ന ചന്ദനയെയും അവൾക്ക് കാവലെന്ന പോലെ അവളെ തഴുകി തലോടി അത്രയേറെ കരുതലോടെ അവളെ ചേർന്നിരിക്കുന്ന ചിഞ്ചുവിനെയുമാണ്. അവർക്കിടയിലുണ്ടായിരുന്ന അല്പം പോലും സ്വാർത്ഥതയോ കറയോ പുരളാത്ത ആ ബന്ധത്തെയാണ് താൻ നശിപ്പിച്ചത്. പരസ്പരം അത്രമേലൊന്നായി ജീവിച്ചിരുന്ന രണ്ട് സഹോദരികളെയാണ് താൻ ഒരേ സമയം തകർത്ത് കളഞ്ഞത്. സ്വഭാവത്തിലേക്ക് തിരിച്ചെത്തുന്ന ആൾ ചന്ദന ചിഞ്ചുവിനോട് ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ അങ്ങനെയൊന്നും ഓർക്കാൻ കൂടി സണ്ണിക്ക് കഴിഞ്ഞില്ല. ആ നിമിഷം ചിഞ്ചുവിന്റെ മനോവേദന എത്രത്തോളമായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ സണ്ണിയുടെ ദേഹം തളർന്നു. ചന്ദനയുടെ അകൽച്ചയോ വെറുപ്പോ ഒന്നും തന്നെ ചിഞ്ചുവിനെ സഹിക്കാൻ കഴിയുകയില്ല. അങ്ങനെയൊന്നുണ്ടായാൽ ചിഞ്ചു പിന്നീട് ഉണ്ടാവുകയില്ല. ചിഞ്ചുവിനോർത്ത് സണ്ണിയുടെ മനസ്സ് നൊന്ത് നീറി. അതോടൊപ്പം അകാരണമായൊരു ഭയം ഉള്ളിൽ ഉറഞ്ഞുകൂടുന്ന പോലെ. സണ്ണിക്ക് കഠിനമായ തലവേദന അനുഭവപ്പെട്ടു. തൊണ്ട വറ്റിവരണ്ടു. എന്തോ തോന്നൽ അവൻ വാതിൽപ്പടികൾ ചെന്ന് അകത്തേക്ക് നോക്കി. ചന്ദനയുടെ കാലുകൾക്കരികിലിരുന്ന് ചിഞ്ചു മയങ്ങിയിരുന്നു. അപ്പോൾ മാത്രമാണ് സണ്ണിക്കൊന്ന് ആശ്വസിക്കാൻ കഴിഞ്ഞത്. ഒരു നിശ്വാസം മുതിർന്നിരുന്നു സണ്ണിയിൽ നിന്നും. സമയം അപ്പോൾ 7 കടന്നിരുന്നു. വെറുതെ ആ നീളം വരാന്തയിലൂടെ അങ്ങുമിങ്ങും നടന്നു. ഒടുക്കം അടുത്ത പോൽ കൈകൾ മാറിൽ പിണച്ചു കെട്ടി പിള്ളറിൽ പുറംചേർന്ന് നിന്നു. ഡിസംബർ മാസമായിരുന്നതിനാൽ ഇരുട്ട് വേഗത്തിൽ പടർന്നിരുന്നു. എങ്കിലും അവിടുത്തെ ഓരോ തൂണുകൾക്കിടയിലും വെളുത്ത പ്രകാശം തെളിഞ്ഞിരുന്നു. സമീപത്താരം ഉണ്ടെന്ന തോന്നലിൽ സണ്ണി തലയിരിച്ച് നോക്കി. ഇടയിലെ തൂണിനപ്പുറം ചിഞ്ചു ഉണ്ടായിരുന്നു. സണ്ണിയെപ്പോലെ കൈകൾ മാറിനെ കുറുകെ ചേർത്ത് വെച്ച് ദൂരെ ഇരുളാർന്ന ആകാശത്ത് മിഴികൾ നട്ട് നിൽപ്പായിരുന്നവൾ. സണ്ണിയുടെ മനസ്സപ്പോൾ അവനോടുള്ള പ്രതിഷേധമെന്ന പോൽ ആ വരികൾ മൂളുന്നുണ്ടായിരുന്നു. 2 തുള്ളി ചുടിനീരവന്റെ കവിളിനെ പുണർന്നു. ചന്ദന ഉണർന്നു. ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരും ഉറക്കായിരുന്നു. അരികിൽ സണ്ണിയുടെ ശബ്ദം കേട്ട് ചിഞ്ചു തലയിരിച്ച് നോക്കി. ഞാൻ മയങ്ങിപ്പോയിരുന്നു. ചിഞ്ചു പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സാറ് താഴെ പോയിരിക്കുക, ചന്ദനയുടെ ഫയൽ ഡിസ്കസ് ചെയ്യാം. പപ്പ നേരത്തെ പറഞ്ഞിരുന്നു. ചിഞ്ചുവിന്റെ മിഴികൾ വീണ്ടും ദൂരെ ഇരുട്ടിലേക്ക് നീണ്ടു. ഇനി എന്ത് ചോദിക്കണമെന്നോ പറയണമെന്നോ സണ്ണിക്ക് അറിയില്ലായിരുന്നു. അവന് എങ്ങോ മിഴികൾ നട്ട് നിന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഏത് കോഴ്സാണ് ചൂസ് ചെയ്തേ? കനത്ത നിശബ്ദതയെ സണ്ണി ഭേദിച്ചു. ഞാൻ ലാസ്റ്റ് സെം എക്സാം എഴുതിയിരുന്നില്ല. അങ്ങനെയൊന്നും സണ്ണി പ്രതീക്ഷിച്ചിരുന്നില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിക്കാനും നാവ് പൊങ്ങിയില്ല. ചന്ദനയുടെയും ചിഞ്ചുവിന്റെയും ലൈഫിൽ അന്നൂട്ടി ഇന്നോളം എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അതിന് ഉത്തരവായി താൻ മാത്രമാണെന്ന് സണ്ണി ഉറച്ച് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലെ വേദന അടിക്കടി ശക്തമാവുന്നറിഞ്ഞു സണ്ണി. വീണ്ടും കനത്ത മൗനം. തെരേസാൻറ്റി? സണ്ണി പിന്തിരിയാൻ ഒരുങ്ങി വെച്ച് ചിഞ്ചു ചോദിച്ചു. അമ്മച്ചിയുടെ തറവാട്ടില്ല? ലൂസി പാപ്പൻ? ചിഞ്ചു വീണ്ടും ചോദിച്ചു. കിടപ്പില്ല, 2 വർഷത്തോളായി. പിന്നീടൊന്നും ചോദിച്ചില്ല അവൾ. സത്യത്തിൽ ഒന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. സണ്ണി അരികിൽ നിൽക്കുന്ന നേരത്തൊക്കെ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലോ വീർപ്പുമുട്ടലോ അസ്വസ്ഥതയോ അങ്ങനെയെന്തോ ആയിരുന്നു അവൾക്ക്. വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒന്ന്. അത് മനസ്സിലാക്കിയെന്നപ്പോൾ സണ്ണി പതിയെ പിൻവാങ്ങി. പാസ്റ്റ് ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. 7 മണിയോടെ എല്ലാവരും പോവാമെന്ന് അഭിപ്രായപ്പെട്ടു തിലകരാമൻ. നിഖിൽ അതിൽ താല്പര്യപ്പെട്ടില്ല. അല്പം കഴിഞ്ഞ് വന്നോളാന്ന് പറഞ്ഞ് മുറിയിലേക്ക് തന്നെ മടങ്ങി. എന്നാ ചന്ദന നിൽക്ക്, നിഖിലിനൊപ്പം വന്നാൽ മതി, തിലകരാമൻ പറഞ്ഞു. എങ്കിൽ ഞാനും ചിഞ്ചേച്ചി അവർക്കൊപ്പം വന്നോളാം. എത്ര കാലം ഞങ്ങൾ ഒന്നിച്ച് നടന്നിട്ട്. അമ്മ എന്നൊരിടത്ത് പിടിച്ചിരുത്തിയേ ഉള്ളൂ, ചൈതന്യെ കൊഞ്ചലോടെ പറഞ്ഞു. അതൊന്നും വേണ്ട, നിഖിലിന് ബുദ്ധിമുട്ടാവും. അവർ രണ്ടുപേരും ഒന്നിച്ചിറങ്ങിക്കോളൂ. നിങ്ങളിപ്പോൾ തന്നെ തയ്യാറായിക്കോ. കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു വന്നോളാം, നിങ്ങൾ പോയിക്കോളൂ. മുറിയിൽ നിന്ന് വേഗത്തിൽ പുറത്തു വന്ന് നിഖിൽ പറഞ്ഞു. പിന്നീട് തിലകരാമൻ മറ്റൊന്നും പറയാൻ നിന്നില്ല. 7 മണിയോടെ തിലകരാമനും പാർവതിയും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി.
ചന്ദനയോട് സംസാരിക്കാൻ അവൾ ഒറ്റയ്ക്കിട്ടാൻ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു ചിഞ്ചു. നീളിപ്പോൾ മുറിയിലേക്ക് പോയാൽ ഫോണിലോ ലാപ്പിലോ വ്യാപൃതനാവും. ആ നേരം നോക്കി ചന്ദനയോട് സംസാരിക്കാമെന്ന് ഓർത്തു അവൾ. അതുകൊണ്ടാണ് ചന്ദനയ്ക്കൊപ്പം പോകാമെന്ന് ചൈതു പറഞ്ഞപ്പോൾ താൻ എതിർക്കാതെ നിന്ന് പോലും. ചന്ദന അടുക്കളയിലായിരുന്നു. നിഖിലിന് ഫ്രഷ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് അത് ഉണ്ടാക്കാൻ പോയതാണ്. പുറകെ ചെല്ലുമ്പോൾ ചിഞ്ചു കണ്ടു തനിക്ക് മുന്നേ കിച്ചണിലേക്ക് നടക്കുന്ന നിഖിലിനെ. തിരിഞ്ഞ് ചിഞ്ചുവിനെ നോക്കി വഷളായിട്ടൊന്ന് ചിരിക്കാനും മറന്നില്ല അവൻ. നിഖിൽ മനഃപൂർവ്വമാണെന്ന് അറിയാമായിരുന്നു ചിഞ്ചുവിന്. വല്ലാത്ത അരിശവും വെറുപ്പും തോന്നി. നിരാശയോടെ മുറിയിലേക്ക് നടക്കുമ്പോൾ ഹാളിലെ ടീപ്പോയിൽ വെച്ചിരിക്കായിരുന്ന അവളുടെ ഫോൺ റിങ് ചെയ്തു. എബ്രഹാം ആയിരുന്നു. കോൾ കണക്ട് ചെയ്തുവെങ്കിലും നെറ്റ്വർക്ക് കുറവായതിനാൽ സംസാരമൊന്നും വ്യക്തമാവുന്നില്ലായിരുന്നു അവൾക്ക്. പൂമുഖവും കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. ക്ഷേത്രം അടുത്ത് തന്നെ ആയതിനാൽ അവിടെല്ലാം ശബ്ദമുഖരിതമായിരുന്നു. നന്നേ ചെവിയോട് ചേർത്ത് വെച്ചാണ് അവൾ സംഭാഷണം തുടർന്ന് 20 മിനിറ്റോളം കടന്നുപോയിരുന്നു. ആരോ ഉറക്കെ കരയുന്നതായി തോന്നി അവൾ എബ്രഹാമിനോട് കാര്യം പറഞ്ഞ് കോൾ ഡിസ്കണക്ട് ചെയ്തു. ഫോണിൽ സംസാരിച്ച് നടന്ന് ഗേറ്റിനരികിൽ എത്തിയിരുന്ന അവൾ അകത്തേക്ക് പാഞ്ഞു കയറി ചിഞ്ചു തരിച്ചു നിന്നു. വയറ്റിൽ കുത്തിയേറ്റു ബെഡിൽ മലർന്നു വീണിരിക്കുന്ന നിഖിൽ. ചോര വാർന്നൊഴുകുന്നുണ്ട്. അരികിൽ രക്തത്തുള്ളികൾ ഇറ്റു വീഴുന്ന കത്തിയുമായി ചന്ദന ഇന്നേവരെ കാണാത്ത ഭാവത്തിൽ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.